ഭാവിയെ സംബന്ധിച്ച് എന്താണ് അവിടുന്ന് പ്രസ്താവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസ്താവിച്ചിട്ടുള്ളത് ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ ഫഇദാ ഹും യൻളുറൂൻ. എന്താ അതിന്റെ സാരം? എല്ലാവർക്കും പുനർജന്മമുണ്ട്. ആ പുനർജന്മം എന്ന പ്രതിഭാസം അത് കേവലം ഒരു നൈമിഷിക പ്രതിഭാസമാണ്. യാ സുബ്ഹാൻ, എന്താണ് ഈ കേൾക്കുന്നത്? കോടാനുകോടി മനുഷ്യന്മാരുടെ പുനർജന്മം എന്ന് പറയുന്നത് കേവലം ഒരു നൈമിഷിക പ്രതിഭാസമോ? അതെ, അങ്ങനെയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചത്. ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ. അല്ലാഹ്, എന്താണ് അതിന്റെ സാരം? നിശ്ചയം ഈ പുനർജന്മം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരേ ഒരു ശബ്ദം പുറപ്പെടുവിക്കലാണ്. സജറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വൈഹത്ത് എന്ന്. സ്വൈഹത്ത് എന്നത് എന്താണ്? ഒരു ശബ്ദവിക്ഷോഭം. ഈ ശബ്ദവിക്ഷോഭത്തിന്റെ സന്ദർഭത്തിൽ എന്തൊക്കെയാണ് അവിടെ പുറത്തു വരിക? ഒന്ന്, ശക്തമായ കാറ്റ്. രണ്ട്, സൗണ്ട്. ഇത് രണ്ടും അശരീരി ആണ്. സൗണ്ടിന് ശരീരമില്ല, കാറ്റിനും നമുക്ക് കാണാവുന്ന ഒരു ശരീരമില്ല. അപ്പൊ അശരീരി എന്ന് പറയാം. ഒരാൾ ഒരു ആർപ്പുവിളി നടത്തി, ഒരു അട്ടഹാസമിട്ടു, ഒരു ഗർജനം നടത്തി. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ശക്തമായ കാറ്റും പുറത്തേക്ക് വരും, സൗണ്ടും വരും. ഇത് രണ്ടും അശരീരിയാണ്. അപ്പോൾ ഒരു മലക്ക്, ആ മലക്കിനെ ഇസ്രാഫീൽ എന്ന് മുഹമ്മദ് മുസ്തഫ പേര് വിളിക്കുന്നു. ഈ മലക്കിൽ നിന്ന് അശരീരിയായ ഒരു സൗണ്ടും അശരീരിയായ ഒരു ശക്ത കാറ്റും. അപ്പോൾ സ്വൈഹത്തായി. ഇത്രയും രണ്ട് അശരീരികളെ കൊണ്ട് കോടിക്കണക്കായ മനുഷ്യന്മാർ അവർ പുനർജനിക്കുന്നു. ഫഇദാ ഹും യൻളുറൂൻ. പുനർജനിക്കുന്നു എന്ന് മാത്രമല്ല, അപ്പോൾ തന്നെ അവരെല്ലാം അവർക്ക് അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾ ചാലുവാകുകയും ചെയ്യും. പഞ്ചേന്ദ്രിയങ്ങളിലെ സുപ്രധാനമായ ഒരു അവയവമാണ് ദർശനശേഷി. അതിനെ ഒന്നാമതായി എണ്ണി പറയുന്നു. കാരണം വെപ്രാളം അതായിരിക്കുമല്ലോ ഇതുവരെയുള്ള അവസ്ഥയിൽ നിന്നുള്ള പുനർജന്മം ഉണ്ടാകുമ്പോൾ. അപ്പോൾ അവിടെ മാങ്ങക്ക് രുചിയുണ്ടോ എന്ന് നോക്കുന്ന തിരക്കല്ല, കണ്ണിന്റെ മുമ്പിൽ എന്തൊക്കെ പെടുന്നു എന്നുള്ളതിനാണ് തിരക്ക്. അതുകൊണ്ടാണ് ഫൈദാഹും യൻളുറൂൻ, നളർ പ്രവർത്തന ചാലുവായി. സൂറത്തു സ്വാഫാത്തിലെ 20-ാമത്തെ ആയത്തായിട്ടാണ് ഈ പറയുന്നത്. ഇതിപ്പോൾ മരിച്ചു കിടക്കുന്ന ജീവികൾക്ക് ജീവൻ നൽകാൻ ഈ അശരീരി എനർജിയായി മാറിയതാണ് ഇപ്പോൾ കണ്ടത്. എന്നാൽ ഇതുപോലെ അശരീരിയെ മരിപ്പിക്കാനുള്ള എനർജിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനിക്കാനാണെങ്കിൽ മറ്റൊരിക്കൽ മരിക്കാൻ വേണ്ടിയും ഈ അശരീരി തന്നെ എനർജിയായിട്ടുണ്ട്. അതെപ്പോഴാണ്? ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ഒരാളെ ഇന്നത്തെ തുർക്കിയിലെ അന്താക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആളുകൾ കല്ലെറിഞ്ഞ് കൊന്നപ്പോൾ അഭിരമിക്കുന്ന ആ കൊലപ്പുള്ളികളുടെ നേരെ വമാ അൻസൽനാ അലാ ഖൗമിഹി, ഇതിന് ശേഷം പറയുന്നത് ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ. ആ കല്ലെറിഞ്ഞ ആളുകളെ മുഴുക്കുകയും യമപുരിക്ക് യാത്രയാക്കാൻ വേണ്ടി വന്നില്ല, മറ്റൊന്നും വേണ്ടി വന്നില്ല. കേവലം ഒരു സൗണ്ട് എനർജി അത് മാത്രമാണ് ഉണ്ടായത്. ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ ഫഇദാഹും ഖാമിദൂൻ. ഇവിടെ എന്താ ഉള്ളത്? ഫഇദാഹും യൻളുറൂൻ. അവിടെ എന്താ ഉള്ളത്? ഫഇദാഹും ഖാമിദൂൻ. എല്ലാവരും അവരുടെ പഞ്ചേന്ദ്രിയ പ്രവർത്തനവും ബാക്കിയുള്ള പ്രവർത്തനവും നിലച്ച് യമപുരിക്കെത്തി. എന്താ മുടക്ക്? സ്വൈഹത്ത്, മലക്കിന്റെ സൗണ്ട്, അദ്ദേഹത്തിന്റെ കാറ്റ്, ഇത് രണ്ടും കൂടി എനർജിയായി മരണത്തിന്.
അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടും പറയുന്നുണ്ട്. അള്ളാഹ് എന്ന് പറയുന്ന നിങ്ങൾക്ക് പരിചയപ്പെട്ട ആ ശക്തി, അത് മാറ്ററിനെ എനർജിയാക്കാൻ ശക്തിയുള്ളവനാണ്, എനർജിയെ മാറ്ററാക്കാൻ ശക്തിയുള്ളവനാണ്, അശരീരിയെ ഒരു ഇന്ധനമാക്കി മാറ്റാൻ, എനർജിയാക്കി മാറ്റാൻ, മെഷീനാക്കി മാറ്റാൻ, മുഹർരിക്കാക്കി മാറ്റാൻ ശക്തിയുള്ളവനാണ്. സൗണ്ടിനെ മാത്രം വേണ്ട, പല വസ്തുക്കളെയും അങ്ങനെ മുഹരിക്കാക്കാൻ അവന് കഴിയും. അതിൽപ്പെട്ട ഒന്നാണ് പുനർജന്മം എന്ന പ്രതിഭാസം, അല്ലെങ്കിൽ ആ സംഭവവികാസം. സ്വൈഹത്ത് ഉണ്ടാകുന്ന ആ സമയത്തു തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, സുമ്മ യൻസിലു മിനസ് സമാഇ മാഉൻ. സ്വൈഹത്ത് നടക്കുമ്പോൾ ആകാശത്ത് നിന്ന് മഴ വരും. ഫയംബുതൂന കമാ തംബുത്തുൽ ബഖ്ലു. മഴ പെയ്തതിന്റെ പിറ്റേ ദിവസമുണ്ടല്ലോ നാം പറമ്പിൽ നോക്കുമ്പോൾ പുല്ല് മുളച്ചതായി കാണുന്നു. തത്തുല്യം മരിച്ചുപോയ ആളുകൾ മുളച്ചു വരും. ഇതാണ് ആ വരവിന്റെ ഒരു ഉദാഹരിക്കൽ നടത്തിയിട്ടുള്ളത്.